1500 കറൻസികൾ റദ്ദാക്കിയിട്ട് വ്യാഴാഴ്ച ഒരു മാസം തികയുന്നു. കറൻസി നിരോധനത്തെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാനാകാതെ അധികൃതർ. നവംബർ 8 മുതലാണ് രാജ്യത്ത് 1000, 500 എന്നീ കറൻസികളുടെ ക്രയവിക്രയം റദ്ദാക്കിയത്. അസാധുവാക്കിയ നോട്ടുകൾ ബാങ്കിൽ നിക്ഷേപിച്ച് പണം മാറ്റിയെടുക്കാനായിരുന്നു നിർദ്ദേശം. രാജ്യത്തെ കള്ളപ്പണത്തിനൊഴുക്ക് തടയുന്നതിനു വേണ്ടിയാണ് നവംബർ 7-ന് രാജ്യത്തെ ജനങ്ങളെ ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്ത് കറൻസി റദ്ദാക്കിയ വിവരം പ്രധാനമന്ത്രി അറിയിച്ചത്. രാജ്യത്തെ മുഴുവൻ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടുള്ള കറൻസി റദ്ദാക്കലിനെതിരെ പ്രതിഷേധ അലയൊലികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. കറൻസി നിരോധനത്തെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായ ദുരിതം പരിഹരിക്കാൻ 50 ദിവസത്തെ സാവകാശം പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പിൻവലിച്ച നോട്ടുകൾക്ക് ആനുപാതികമായി കമ്മട്ടങ്ങൾ വഴി നോട്ടുകൾ അച്ചടിച്ചിറക്കാനുള്ള ശ്രമം റിസർവ് ബാങ്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് 80% ക്രയവിക്രയം ചെയ്യുന്ന 1000, 500 നോട്ടുകൾ ഒറ്റ നിമിഷം കൊണ്ട് പിൻവലിച്ചത് എല്ലാ മേഖലകളിലും വൻ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ATMകളിൽ നിന്നും ബാങ്കുകളിലെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്ന നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. റദ്ദാക്കിയ 1000, 500 എന്നീ കറൻസികൾക്ക് പകരം ബാങ്കുകളും ATMകളും മുഖാന്തരം വിതരണം ചെയ്യുന്ന 2000ന്റെ കറൻസി ക്രയവിക്രയം നടത്തുന്നതിന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകളിലേക്ക് വിതരണം ചെയ്യുന്ന പണത്തിന്റെ ലഭ്യത കുറവ് ബാങ്ക് ജീവനക്കാരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കറൻസി ക്ഷാമത്തെ തുടർന്ന് റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കാനെത്തുന്ന ഇടപാടുകാർക്ക് പോലും പണം നൽകാൻ പറ്റാത്ത അവസ്ഥയാണ് പല ബാങ്കുകളും നേരിടുന്ന പ്രതിസന്ധി. കറൻസി ക്ഷാമം പരിഹരിക്കാൻ 500 രൂപയുടെയും 100 രൂപയുടെയും 50 രൂപയുടെയും ചില്ലറ നോട്ടുകളുടെ വിതരണം വ്യാപകമാക്കണമെന്ന് വിവിധ ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ RBIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ സഹകരണ ബാങ്കുകളിലെ പണമിടപാടുകൾ നിയന്ത്രിച്ച നടപടി സംസ്ഥാനത്ത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് TCV.